ഈ വീട് നമ്മൾ 58ഓളം ടെസ്റ്റുകളാണ് നമ്മൾ ഒരു വീടിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത്. 58ഓളം ഗുണനിലവാര ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടാണ് അതിൽ ക്വാളിറ്റി അഷുറൻസ് നടത്തിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചൂരമല നിവാസികൾക്ക് നമ്മൾ ഈ വീട് കൈമാറുന്നത്. അതിലൊന്ന് മാത്രമാണ് പോണ്ടിങ് ടെസ്റ്റ്. യെസ്, എല്ലാവരുടെയും തെറ്റിദ്ധാരണ വെച്ചാൽ ഈ ഓൾറെഡി ലീക്കേജ് കണ്ട സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായെന്നാണ്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന 410 വീടുകൾക്കും എത്രയാണ് ഞങ്ങളുടെ വീടുകൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന എല്ലാ ഇതിലും ഞങ്ങൾ ഈ കാണുന്ന ഈ വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 24 മണിക്കൂറിലേക്ക് വെള്ളം ബണ്ടായിട്ട് കെട്ടി നിർത്തും. ഈ കെട്ടി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാംനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈർപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന വെള്ളം കെട്ടി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഈർപ്പം വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കി ആ പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്താക്കും മാർക്ക് ചെയ്യും. ഇതൊരു മീഡിയയിൽ നമ്മളത് കാണുമ്പം ആ ഒരു ബ്ലാക്ക് മാർക്ക് പെട്ടെന്ന് ഇതൊരു ക്രാക്ക് ആണോ എന്ന രീതിയിൽ നമുക്കെന്നെ തോന്നിപ്പോകും. പക്ഷെ അത് റിയാലിറ്റിയിൽ അതല്ല. അത് ആ ഒരു സറൗണ്ടിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഈർപ്പം വരുന്ന ഏരിയനെ ചുറ്റും നമ്മൾ മാർക്ക് ചെയ്തതാണ്. വയനാട് ടൗൺഷിപ്പിൻ്റെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറാണ് ഷമീമിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ മുന്നേ ഉദ്ഘാടന സമയത്തൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ ചില വിവാദങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. അപ്പോൾ അത് ഷമീമിക്കാൻ്റെ അടുത്തൊക്കെ തന്നെ വന്നിട്ട്, കാരണം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ആളുകൾക്ക് പരിചയമില്ലാത്ത ബോണ്ടിങ് ടെസ്റ്റിനെ കുറിച്ചിട്ടും ഡാം പ്രൂഫ് ടെസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സാങ്കേതികമായിട്ട് താങ്കൾ തന്നെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. കാര്യം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊന്നും വീടുകളിൽ ഇങ്ങനെ വീടുണ്ടായി കഴിഞ്ഞാൽ സ്വന്തം വീടിന് പോലും ബോണ്ടിങ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് അതിനെപ്പറ്റി വിശദീകരിച്ചു. ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നു പോകുന്നത്. അതായത് വളരെ ക്വാളിറ്റിക്ക് ഭയങ്കര ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ 178 വീടുകളാണ് ഇപ്പോൾ അധികം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 178 പുറമെ നമ്മുടെ ഈ സോൺ 5ലും 4ലും ഇപ്പോഴും നല്ല രീതിയിൽ സ്ട്രക്ചറൽ വർക്കുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 300-ന് മുകളിലോളം വീടുകളുടെ സ്ട്രക്ചറൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പൊതുവെ ചില ആളുകളുടെ ആശങ്കകളുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ 178 വീടുകളെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് നല്ല ഊന്നൽ കൊടുത്തിട്ട് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിറകെ അത് കയറി വരുന്നത്. പിന്നെ മീഡിയയിൽ വരുമ്പോൾ ഈ ഒരു ഏരിയ ആണ് അധികം സർക്കുലേറ്റ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ മാത്രമാണ് ഫോക്കസ്ഡായി വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടെക്നിക്കലായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ സംസാരിച്ച പോലെ ഇപ്പം നിലവിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ ഉണ്ടല്ലോ, ഒരു ടെക്നിക്കൽ അലിഗേഷൻ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈ വീട് നമ്മൾ 58ഓളം ടെസ്റ്റുകളാണ് നമ്മൾ ഒരു വീടിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത്. 58ഓളം ഗുണനിലവാര ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടാണ് അതിൽ ക്വാളിറ്റി അഷുറൻസ് നടത്തിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചൂരമല നിവാസികൾക്ക് നമ്മൾ ഈ വീട് കൈമാറുന്നത്. അതിലൊന്ന് മാത്രമാണ് പോണ്ടിങ് ടെസ്റ്റ്. യെസ്, ഈ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും തെറ്റിദ്ധാരണ വെച്ചാൽ ഈ ഓൾറെഡി ലീക്കേജ് കണ്ട സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായെന്നാണ്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന 410 വീടുകൾക്കും എത്രയാണ് ഞങ്ങളുടെ വീടുകൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന എല്ലാ ഇതിലും ഞങ്ങൾ ഈ കാണുന്ന ഈ വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 24 മണിക്കൂറിലേക്ക് വെള്ളം ബണ്ടായിട്ട് കെട്ടി നിർത്തും. ഈ കെട്ടി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാംനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈർപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന വെള്ളം കെട്ടി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്മുടെ സ്ലാബിലോ എവിടെയെങ്കിലും ഈർപ്പം വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കി ആ പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എന്താക്കും മാർക്ക് ചെയ്യുകയും ആ മാർക്ക് ചെയ്ത സ്ഥലം നമ്മൾ എന്താക്കുന്നത് എപ്പോക്സി, അതായത് പ്രഷർ ക്രൗട്ട് വെച്ചിട്ട് പല മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പം PU ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എപ്പോക്സി ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ കാണുന്ന PU ഇഞ്ചക്ഷൻ ആവട്ടെ, അതേപോലെ തന്നെ ഈ കാണുന്ന എപ്പോക്സി ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എന്താക്കും ഇതിനെ ട്രീറ്റ് ചെയ്ത് ആ കാണുന്ന ആ ഒരു ഏരിയ നമ്മൾ കവറപ്പ് ചെയ്യും. ഈ ട്രീറ്റ് ചെയ്യാനുള്ള ഏരിയ മാർക്ക് ചെയ്തതാണ് ഇപ്പോൾ വിവാദമായത്. സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ വന്ന സമയത്ത് പോലും അതായത് പല മീഡിയയിലും ഇപ്പം ഞാൻ പോലും അതായത് മീഡിയയിൽ നമ്മളത് കാണുമ്പം ആ ഒരു ബ്ലാക്ക് മാർക്ക് പെട്ടെന്ന് ഇതൊരു ക്രാക്ക് ആണോ എന്ന രീതിയിൽ നമുക്കെന്നെ തോന്നിപ്പോകും. പക്ഷെ അത് റിയാലിറ്റിയിൽ അതല്ല. അത് ആ ഒരു സറൗണ്ടിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഈർപ്പം വരുന്ന ഏരിയനെ ചുറ്റും നമ്മൾ മാർക്ക് ചെയ്തതാണ്. സോ ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എന്താക്കുന്നു, ഈ ഒരു മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നടത്തി നമ്മൾ എന്താക്കും പിന്നീട് വീണ്ടും നമ്മൾ ഇതേപോലെ വാട്ടർ പോണ്ട് ടെസ്റ്റ് നടത്തും. ആ ഒരു ഏരിയയിൽ നിലവിൽ വീണ്ടും അവിടെ ഈർപ്പം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഇല്ലാത്ത പക്ഷം നമ്മൾ അതിന് മുകളിൽ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്ത് സ്കീറ്റ് കോൺക്രീറ്റ് എന്ന് പറയും 2 സെന്റിമീറ്റർ മുതൽ 6 സെന്റിമീറ്റർ വരെ അതിന് മുകളിൽ വാട്ടർ പ്രൂഫിൻ്റെ സ്ലോപ്പിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതൊരു വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത്രത്തോളം പ്രോസസ്സിലൂടെയാണ് എല്ലാ വീടുകൾക്കും, ഇതൊരു പെർട്ടിക്കുലർ ഒരു വീടിന് മാത്രമല്ല, പറയുന്ന ഒരു വീടിന് മാത്രമല്ല എല്ലാ
വീടിനും എല്ലാ വീട്ടിലും ഇത് ഇപ്പം ഈ പറയുന്ന വീട്ടിൽ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മഴക്കാലമല്ല, ഇത് വളരെ വേനലുള്ള ഒരു സമയമാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് അവിടെ ഈർപ്പം ക്രിയേറ്റഡ് ആയത്. അല്ലാതെ ഇത് വേറെ ഏതോ രീതിയിൽ പെട്ടെന്ന് എന്താ പറയുക മഴ പെയ്തിട്ടുണ്ടായതല്ല, കാലാവസ്ഥ നമുക്ക് അറിയുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിഷയം ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ഇതാണ്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മളെടുത്ത് ഇപ്പം നിങ്ങളിവിടെ നിൽക്കുന്നതാണ്, ഇവിടെ താഴത്തെ ജില്ല പോലെ താഴെ ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പോലും രാത്രിയാണെങ്കിൽ പോലും ചൂടാണ്. വയനാട്ടിൽ എപ്പോഴും ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷനാണുള്ളത്. അതേപോലെ രാവിലെ നല്ല തണുപ്പാണെങ്കിൽ ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്, വൈകുന്നേരം വീണ്ടും തണുപ്പ്. ഈ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം അത് എക്സ്പോസ് കോൺക്രീറ്റ് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്നു. ക്രാക്ക് എന്ന് പറയുന്നതാണ് ക്രാക്ക് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അത് എല്ലാവരും പറയുന്നത് ക്രാക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഈർപ്പമാണിത്. പിന്നെ ഈ സർഫേസിലൊക്കെ ഈ ഷ്രിങ്കേജ് എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫറിക് കണ്ടീഷന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ലൊരു ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കാണുന്ന കോൺക്രീറ്റിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കേസിൽ അവിടെ ചെറിയൊരു ലൈനർ ആയിട്ടുള്ള കുഞ്ഞി ക്രാക്ക്, അത് ഒരു പോലും അതിന് ഇതുണ്ടാവില്ല. അത് നമുക്ക് ക്രാക്ക് എന്ന രീതിയിൽ നമുക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ച പ്രകാരം 58 ടെസ്റ്റുകളോളം നമ്മൾ ചെയ്തിട്ടാണ് ആളുകൾക്ക് ഈ വീടുകൾ കൈമാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരുപാട് ടെസ്റ്റുകളുടെ ഭാഗത്ത് ഇമ്പാക്ട് വാല്യൂ, അഗ്രിഗേറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ്, അതേപോലെ തന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഈ കാണുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഓരോ കമ്പോണൻസിന് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന സ്ലാബിന് നമ്മൾ ഒരു ഇത്ര ഗ്രേഡ് ഓഫ് സ്ട്രെങ്ത് വേണമെന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രകാരം ഒരു M25 ഗ്രേഡാണ് നമുക്ക് നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺക്രീറ്റ് അതിന്റെ 28ാമത്തെ ദിവസം, ഒരു നമ്മളിപ്പോൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്തു വെച്ചോ, അതിന്റെ 28ാമത്തെ ദിവസം അത് അച്ചീവ് ചെയ്യുന്ന അതിന്റെ കംപ്രസറി സ്ട്രെങ്ത് എത്രയാണോ അതാണ് അതിന്റെ പൊട്ടുന്ന പോയിന്റ്. അങ്ങനെ പറയാം, പൊട്ടുന്ന പോയിന്റ്, അത് അച്ചീവ് ചെയ്യുന്ന പോയിന്റ്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്തു ആ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ എന്താക്കുന്നു, അതിൻ്റെ 28 ഡേയ്സിൽ നമ്മൾ ഇതേപോലെ നമ്മൾ എന്താക്കുന്നു അതിൻ്റെ സ്ട്രെങ്ത് നോക്കി ചെയ്യുമ്പോൾ ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മിക്സ് ഡിസൈൻ ഉണ്ടാവും. ആ മിക്സ് ഡിസൈൻ പ്രകാരം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു എന്താ പറയുക M25 ഗ്രേഡിലുള്ള ഒരു കോൺക്രീറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അത് അച്ചീവ് ചെയ്യുന്നില്ലേ, അത് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഒരു അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് CTM മെഷീൻ എന്ന് പറയും. എല്ലാ കോൺക്രീറ്റും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ മിശ്രിതങ്ങളുടെയും അനുപാതവും എല്ലാം കറക്റ്റ് ആയാലും മാത്രമാണ് ഈ ഒരു ടെസ്റ്റിന് ഇത് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടു, അവിടെ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ക്യൂബിന്റെ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടു. 33.78 ആണ് അത് റീച്ച് ചെയ്തത്. യഥാർത്ഥത്തിൽ 25 വേണ്ടു. ഇതിന്റെ നമ്മൾ എല്ലാത്തിന്റെയും ഡോക്യുമെന്റേഷൻ ഇവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ കോൺക്രീറ്റിനും ഇതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാ ക്വാളിറ്റി ടെസ്റ്റിനും നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരമാണ് നമ്മൾ ഓരോന്നിനും ഇതിന് നമ്മളൊരു R5 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന 24 hours മുന്നേ ഒരു R5 റൈസ് ചെയ്യും. അപ്പോൾ അതിനൊപ്പം അറ്റാച്ച് ചെയ്യും. എന്നാലാണ് ഇത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ആവുള്ളൂ. അപ്പോൾ അതിന്റെ ടീമാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സൈഡിൽ കോൺക്രീറ്റ് നടക്കുന്നതോടൊപ്പം അത് എവിടെ നടന്നു, അതിന് എത്ര വർക്കബിലിറ്റി കിട്ടി, അതിനൊക്കെ ഒരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഉണ്ട്. അത് ഇവിടെ അതിനോടൊപ്പം തന്നെ റിസൾട്ടും ഇത് നമ്മൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റും ഉണ്ട്. അത് റീകോൾ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ട്. അതെ ഇതിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ഈ R5 നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും എവിടെ നടന്നു, എന്ത് നടന്നു എന്നുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ക്വാളിറ്റി ടെസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക് അവയർനെസ് കുറവാണ്. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് അവർക്കിനി ഭാവിയിൽ ജീവിക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദമാവേണ്ട ഒരു വിഷയം ഒരു പുറത്തോട്ട് പോയി എന്നുള്ളതുകൊണ്ടാണ്. ഇതിനുള്ളിൽ തന്നെ വെച്ചിട്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ ഇപ്പോൾ നിലവിൽ? തീർച്ചയായും ആ ഒരു ഇതിന് എനിക്കൊരു പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൽ ഞങ്ങൾ നിങ്ങളോടിപ്പോൾ പറഞ്ഞിട്ടുണ്ട് 58ഓളം ടെസ്റ്റുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളും ശരിയാണ്. ഞങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ആക്ടിവിറ്റീസ് ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ ഇവിടെ താമസിക്കാൻ വരുന്ന നമ്മുടെ ദുരിതബാധിതർക്ക് അത്രത്തോളം അവയർനെസ് ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ ഇപ്പം നമ്മളിപ്പോൾ 178 പേർക്ക് ഇന്നതാണ് നിങ്ങളുടെ വീട് എന്ന രീതിയിൽ ഓരോരുത്തർക്ക് അലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വന്തം
സ്വന്തം പ്രോപ്പർട്ടി പോലെ തന്നെയാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുക. തീർച്ചയായും സ്വാഭാവികമായിട്ടും നമ്മളവിടെ താമസം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത് അവരുടെ തന്നെയാണ്, അവർക്ക് വേണ്ടി കൊടുത്തൊരു സംവിധാനം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം അറിയാമല്ലോ, അവിടെ വർക്കിൻ്റെ പ്രഷറുമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചില സമയത്ത് അവർ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അവരൊന്ന് അതിൻ്റെ രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യാനോ ചിലപ്പോൾ അതിന് പറ്റിയ ആളുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നത്. കാരണം എല്ലാവരും അവർക്ക് അത്രത്തോളം പ്രായോഗിക തലത്തിൽ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രായോഗിക തലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6-7 മാസങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് രാവും പകലും അത്രത്തോളം ഹെക്ടിക് ലോഡിലാണ് നമ്മൾ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ഓരോ ആളുകളുടെയും വർക്ക് ലോഡ്. അപ്പം പക്ഷേ ഈ കാണുന്ന നോഫൽക്കൊക്കെ പറഞ്ഞ അവരുടെ ആ കൺസേൺ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇമോഷനിലേക്ക് ഇപ്പം അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. ആരോടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു യഥാർത്ഥ ഒരു ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ടാവില്ല. സോ അത് നമ്മൾ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അവർക്ക് സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ആശങ്കകൾ പറയാനും അവരുടെ എല്ലാ രീതിയിലുള്ള അവരുടെ കൺസേൺസ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒരു ഉതകുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇതാക്കുന്നുണ്ട്. നമ്മുടെ മാനേജ്മെന്റ് അനുസരിച്ചുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അത് ഉടനടി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ദുരന്തനിവാസികളെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് എല്ലാ രീതിയിലും അവർക്ക് പൂർണ്ണമായിട്ടും അവർക്ക്, കാരണം നമ്മൾ അത്രത്തോളം നമ്മൾ എന്താ പറയുക അവർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. സോ അവരോട് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഊരാലെങ്കിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളാണെങ്കിൽ പോലും ഉരുൾപൊട്ടിയ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ ചുരം കയറി വന്ന ആളുകളല്ല. പ്രൊജക്ട് തുടങ്ങുന്നതിന്റെ മുന്നേ ആ ദുരന്ത മുഖത്ത് ഇടപെട്ട ആളുകളാണ്. ദുരന്തമുഖത്ത് അതായത് ആ തുടക്ക സമയത്ത് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. തുടക്ക സമയത്ത് തന്നെ നമ്മൾ അത്രത്തോളം റെസ്ക്യൂ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച ആളുകളാണ്. സോ ഇവരുടെ ഇമോഷൻസും ഇവരുടെ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് നേരിട്ട് കണ്ട ആളുകളാണ് ഞങ്ങൾ. സ്വാഭാവികമായിട്ടും അത് നൗഫൽക്ക പറഞ്ഞതൊക്കെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് അവരുടേതായ ഇമോഷൻ, അവർക്ക് ഭാവിയിൽ ജീവിക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ അതിനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കകളുണ്ടാവും. അത് നമ്മൾ എന്തായാലും അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഊരാളെങ്കിൽ അതിന് പരിഹരിക്കാനും അവർക്ക് ചെന്ന് പരാതി പറയാനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് എവിടെ പറയണം, എങ്ങനെ പരിഹരിക്കാനെന്നുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഷെമിക്ക ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മാധ്യമങ്ങളിലൂടെ കണ്ട നിരവധിയായിട്ടുള്ള വാർത്തകൾ കണ്ടിട്ട് ഒരു സാധാരണക്കാരൻ്റെ ആശങ്കകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. ഷെമിക്കായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ തെരഞ്ഞു പിടിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ വലുതാണ്. ഓൾറെഡി ഇവർക്ക് വർക്കിൻ്റെ ഒക്കെ ആയിട്ടുള്ള തിരക്കുകളും അതിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിലും ചെറിയൊരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് വളരെ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിലൂടെ ഒരുപാട് ആളുകളിലോട്ട് എത്തിച്ചേരുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച ഷെമിക്ക് വളരെ സന്തോഷം. വളരെ എന്താ പറയുക, എല്ലാ ഭാവങ്ങളും നേരുന്നു ഈ വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കണം.